ഹലോ ഫ്രണ്ട്സ്, സച്ചിനും രേവതിനും ചെമ്പനെപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് ഏവരും സ്വാഗതം ചെയ്തു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഒരു കൂടി ഓർമ്മിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് കിടക്കാം. അതായത് ഇന്ന് കാണുന്നത് നമ്മുടെ ശ്രുതിയെ പിടിക്കുന്നതാണ്. ശ്രുതിയാണ് കട്ടെടുത്ത് ക്യാഷ് കട്ടെടുത്തെന്നുള്ളത് 2 ലക്ഷം കട്ടെടുത്ത് പിടിക്കുന്ന സീനാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ രേവതി ബാമയുടെ വീട്ടിൽ പോകണം. ബാമയുടെ വീട്ടിൽ പോയി പൂ കൊടുക്കാൻ പോകുമ്പോഴത്തേക്ക് ബാമ പൂ റിസീവ് ചെയ്യണം. റിസീവ് ചെയ്തിട്ട് ചോദിക്കുന്നുണ്ട്, എന്നെ നമ്മുടെ വിശേഷം എന്നൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞു, നല്ല വിശേഷം ചേച്ചി, ആൻറ്റിക്ക് അറിയാമല്ലോ, എന്നെ പോലെ അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഈ ബാമ ഈ പൂക്കളെടുത്ത് മണക്കുന്നുണ്ട്. മണക്കുമ്പോഴത്തേക്ക് പറയും, ആൻറ്റി ഇത് പൂജയ്ക്കുള്ള പൂക്കൾ, അതായത് ദൈവത്തിന് അർപ്പിക്കുന്ന പൂക്കൾ മണക്കാൻ പാടില്ല, അങ്ങനെ അത് തെറ്റാണല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക്, അത് മറന്നു പോയി മോളെ, ഞാനേ സംഭവം എന്ന് പറഞ്ഞാൽ എനിക്കൊന്നാമത്തെ കാര്യം ഇപ്പോൾ ഭയങ്കര സ്ട്രെസ്സൊക്കെ കൂടി നിൽക്കുന്ന സമയമാണ്, നിനക്കറിയാമല്ലോ. കാരണം ഞാൻ ഈ ചന്ദ്രമതി ഇവിടെ വന്നിട്ട് ക്യാഷ് തരുകയും കാര്യങ്ങളെല്ലാം ചെയ്തു, അത് പിന്നെ കാണാതെ പോയി, പിന്നെ നിന്നെ അത് കുറ്റപ്പെടുത്തി, അത് കഴിഞ്ഞ് അത് പിന്നെ തിരിച്ച് കിട്ടി, ഇതെല്ലാം ആയപ്പോഴത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി. എനിക്കാണെങ്കിൽ ഇപ്പം കടന്നു കഴിഞ്ഞാൽ ഉറക്കം ഒന്നും വരുത്തി, എല്ലാ രീതിയിലും ഭയങ്കര സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ഇങ്ങനെ ഈ കാര്യങ്ങൾ മറന്നുപോയെന്ന് പറയാം. അതൊന്നും കുഴപ്പമില്ല ആൻറ്റി, എന്നാലും കുഴപ്പമില്ല എന്ന് പറയുമ്പോഴത്തേക്കും, എന്നാലും നിൻ്റെ അമ്മ പോലും ഇപ്പം എന്നോട് മിണ്ടുന്നില്ല, അതുകൊണ്ടൊക്കെ തന്നെ ഈ സ്ട്രെസ് കൂടാം. കാരണം ഇപ്പോൾ 30 വർഷത്തിലെ ഫ്രണ്ട്ഷിപ്പ് അവൾ പെട്ടെന്ന് ഒരു ക്യാഷിൻ്റെ വെറും 2 ലക്ഷം രൂപയ്ക്ക് വേണ്ടി അവൾ വിട്ട് കളഞ്ഞല്ലോ. ആ സമയത്ത് ഞാൻ ചെയ്ത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഞാനത് ന്യായമായിട്ട്, അവളും അത് നിങ്ങളുടെ കുടുംബം ബാധിക്കാതിരിക്കാൻ വേണ്ടി ചെയ്ത കാര്യങ്ങളൊക്കെയാണ്. എന്ത് കാര്യങ്ങളൊക്കെയാണ് അത് പറഞ്ഞവരെ മോളെന്ന് പറയും. അത് കഴിഞ്ഞാൽ പറയാം, മോളെ നിൻ്റെ അമ്മയ്ക്കില്ലേ, നിൻ്റെ അമ്മായിമ്മയ്ക്ക്, അവൾക്ക് നല്ല ഹസ്ബൻഡ്, മരുമക്കളെല്ലാം കിട്ടി, പക്ഷെ അവൾ തിരിച്ചറിയുന്ന ഒരു പെണ്ണല്ല, സ്ത്രീ അല്ലാതായി പോയില്ല. അതുകൊണ്ട് എനിക്കൊരു സങ്കടമുണ്ട്. കാരണം എനിക്കാണെങ്കിൽ എൻ്റെ കൂടെ നിന്ന് എൻ്റെ മകനെ പോലെ എൻ്റെ മരുമോള് വലിച്ചഴിച്ചുകൊണ്ട് പോയി. ഇവിടെ ഞാൻ ഒറ്റയ്ക്ക് കഴിയുകയാണ്. ഞാൻ എന്നിട്ട് ആരോടും നിന്നോടൊക്കെ എങ്ങനെ സംസാരിക്കുന്നത്, എൻ്റെ മകളെപ്പോലെ നിന്നെ കാണുന്നത്, നിനക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മനസ്സെന്ത് വേദനിച്ചെന്നറിയാം. അതുപോലെ സച്ചിമോൻ ഇവിടെ വന്നിട്ട്, സച്ചിമോൻ എന്നെ വർഷങ്ങളായിട്ട് കാണുന്ന സച്ചിമോൻ എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഓരോ പരാതി പറയുക, ആൻറ്റി നിങ്ങളെല്ലാം ചേർന്ന് എൻ്റെ രേവതിയെ കുറ്റക്കാരിയാക്കുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ചങ്ക് പടഞ്ഞു പോയി മോളെ. പക്ഷേ അതെല്ലാം ക്യാഷ് ഇപ്പോൾ തിരിച്ച് കിട്ടിയല്ലോ, അത് വളരെ ഉപകാരമായി പോയില്ലെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും, അതേ ആൻറ്റി ക്യാഷ് തിരിച്ച് കിട്ടും, അതുകൊണ്ടിപ്പം എൻ്റെ പേരുള്ള ചീത്തപ്പേര് മാറിപ്പോയെന്ന് പറഞ്ഞ്. അതുകൊണ്ട് ബാമ പറയാം, ഒന്നാമത്തെ കാര്യം, നിൻ്റെ അമ്മയ്ക്ക് നിർമ്മലത്തേക്ക് മക്കളെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, പിന്നെയാണ് മരുമക്കളെ. നിന്നെയൊക്കെ കുറ്റപ്പെടുത്തിയില്ലെങ്കിലേ ഉള്ളൂ മോളെ. പക്ഷെ നിൻ്റെ ശരിക്കും ഈ കുറ്റപ്പെടുത്തൽ കണ്ടു നിൽക്കാൻ സഹിക്കാതെ വന്ന ഒരു വ്യക്തി ഉണ്ട് അവിടെ, അവളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയാം. അതാരും എൻ്റെ ഇതെന്ന് കഴിയുമ്പോഴത്തേന് മോളെ വേറൊന്നുമല്ല, ശ്രുതിയാണ് 2 ലക്ഷം രൂപ കൊണ്ട് അവളുടെ താലിമാല പണയം വെച്ചിട്ട് ഇവിടെ അല്ല വിറ്റിട്ട് കൊണ്ടുവന്ന് എനിക്ക് 2 ലക്ഷം തന്ന്. ഞാൻ അതെന്തിനാ ആൻറ്റി അങ്ങനെ ചെയ്തെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറയാം, അത് വേറൊന്നുമല്ല, നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന വിഷയത്തിൽ കൂടുതലായിട്ട് നിന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയെന്ന് അവൾ പറഞ്ഞു. ഈ അടുത്തടുത്തായിട്ട് ശരത്തിൻ്റെ വിഷയം, നിൻ്റെ വിഷയം, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. വീട് ഭയങ്കര അലമ്പാണ്, ഭയങ്കര വീട്ടിൽ സമാധാനം കിട്ടുന്നില്ലെന്നൊക്കെ അവൾ പറഞ്ഞായിരുന്നു. അപ്പോൾ എനിക്ക് ശ്രുതിയോടും എനിക്ക് ഭയങ്കര ബഹുമാനം, കാരണം ഞാൻ അറേഞ്ച് ചെയ്ത് കൊടുത്തൊരു പെണ്ണാണല്ലോ, അങ്ങനെ ഒരു മരുമോളെ ചന്ദ്രമതിക്ക് ഞാൻ അറേഞ്ച് ചെയ്ത് കൊടുത്തുകൊണ്ട് വളരെ സന്തോഷം എനിക്കും തോന്നുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും, ആണോ ശ്രുതിയോ, ശ്രുതി ചേച്ചി എന്തിനാ അങ്ങനെ ചെയ്ത് കൊടുത്തതാണ്, അത് വീട്ടിലെ വിഷയം മാറാനാന്നൊക്കെ പറയുമ്പോഴത്തേക്ക്, അങ്ങനെയോ, അത് ഞങ്ങൾ അറിഞ്ഞില്ലെന്നു. മോളെ ഇത് ആരോടും പറയണ്ട, ശ്രുതിയോടൊന്നും ചോദിക്കുകയൊന്നും വേണ്ടെന്ന് പറയും. അപ്പം ശരി ആൻറ്റി എന്ന് പറയും. എന്നിട്ട് അന്ന് ക്യാഷ് കാണാതെ പോയ ദിവസം കഴിഞ്ഞപ്പോൾ ഇന്ന് വിഷയമാകാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അവൾ എൻ്റെ അടുത്ത് ക്യാഷ് കൊണ്ട് തന്നിട്ട്, ഈ ഡ്രോയിൽ മറിഞ്ഞിരുന്ന ക്യാഷാണിത് എന്ന് പറയാൻ വേണ്ടി പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ആരോടും ഇല്ലാണ്ട് പറഞ്ഞില്ല. പിന്നെ നിന്നോട് പറഞ്ഞാൽ നീ ആരോടും പറയത്തില്ല, ബഹളമൊന്നും ഉണ്ടാക്കത്തില്ല, നിൻ്റെ സ്വഭാവം എനിക്കറിയാവുന്നതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞു. ശരി ആൻറ്റി എന്ന് പറഞ്ഞിട്ട് വിടുക. എന്നിട്ട് നേരെ രേവതി ഇത് കേൾക്കാതെ പാതി ഓടി വന്നിട്ട് സച്ചിയോട് പറയാം, സച്ചിയേട്ടാ ഇങ്ങനൊരു സംഭവം നടന്നല്ലോ എന്ന് പറയാം. അതായത് ശ്രുതിയാണ് എൻ്റെ ക്യാഷ് അവിടെ കൊണ്ടുവച്ചത്, അതായത് ശ്രുതിയുടെ മാല പണയം വെച്ചത്, അപ്പോൾ താലിമാല വിറ്റിട്ടാണ് ഈ ക്യാഷ് അവിടെ കൊടുത്തെന്നാണ് ബാമാൻറ്റി പറഞ്ഞതെന്ന് പറയാം. ബാമാൻറ്റി അങ്ങനെ പറഞ്ഞു, അതെ എന്ന് പറയാം. അങ്ങനെയാണ് അതിൻ്റെ അതൊരു കള്ളത്തരം നടക്കുന്നുണ്ടെന്ന്. എന്ത് കള്ളത്തരം? എടി ഞാൻ വിചാരിക്കുന്നില്ല, കാരണം നിന്നെ സഹായിക്കാൻ വേണ്ടിയാന്ന് പറയാം, എന്നെ സഹായിക്കാൻ വേണ്ടിയാണ്, കാരണം ഞാനിവിടെ കരച്ചിലും പിടിച്ചിലൊക്കെ ആണല്ലോ ആയിരുന്നല്ലോ, അതുകൊണ്ട് എന്നെ സഹായിക്കാൻ വേണ്ടിയാണ് ബാമാൻറ്റി ഇത് ചെയ്തതെന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല രേവതി. കാരണം ഞാൻ ഇന്ന് വരെ ഈ വീട്ടിൽ എത്ര വിഷയങ്ങൾ നടന്നു, കാരണം അവളൊക്കെ തന്നെയായിട്ട് ക്രിയേറ്റ് ചെയ്ത വിഷയങ്ങൾ. കാരണം ഞാൻ ആദ്യം ശരത്തിനെ അടിക്കുകയും ശരത്താണ് ഇവിടുത്തെ പല കാര്യങ്ങളും ചെയ്തതെന്ന് പറഞ്ഞ് വിഷയം ഉണ്ടാക്കി. അതുകൂടാതെ ശരത്ത് ക്യാഷ് എടുത്ത് അവനെ ജയിലിൽ അടയ്ക്കാൻ പോയപ്പോഴത്തേക്ക് അവനെ ജയിലിൽ അടയ്ക്കണം എന്നുള്ള ഏറ്റവും കൂടുതലും ഒറ്റക്കാലിൽ നിന്ന് ശ്രുതിയും കൂടെ ചേർന്ന, അങ്ങനെയൊക്കെ നിനക്കും എനിക്കും നമ്മുടെ കുടുംബത്തിനെതിരെ ചെയ്തുകൊണ്ട് അവൾ പിന്നെ അങ്ങനെ നിൻ്റെ 2 ലക്ഷം രൂപ പോയപ്പോഴത്തേക്ക് നിന്നെ സഹായിക്കാൻ നിന്നു. അവൾ അതിൻ്റെ അകത്ത് ഇത് കള്ളത്തരമെന്ന് പറഞ്ഞു. അതുകൊണ്ട് അതെന്നെ സച്ചിട്ട് ഇങ്ങനെ പറയാൻ കാരണം, എടി എനിക്ക് തോന്നുന്നു അവൾ തന്നെ ക്യാഷ് എടുക്കാൻ കാര്യം, പാർലറിൽ തന്നെ കാശ് എടുക്കാൻ കാര്യം, അവൾ ഒരാൾ ഒരു തെറ്റ് ചെയ്യുക, ഒരു 2 ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു സാധനം, നീ ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു സാധനം എടുത്തു, ആ സാധനം എടുത്തു കഴിഞ്ഞിട്ട് മറ്റുള്ളവർ അറിഞ്ഞു,
മറ്റുള്ളവർ നമ്മളെ പിടിക്കപ്പെടുമെന്ന് കാണുമ്പോഴത്തേക്ക് നമ്മൾ ആ സാധനം ചെയ്യും, നമ്മൾ അതേ സാധനം കൊണ്ട് അവിടെ ആ സ്പോട്ടിൽ തന്നെ വെക്കും. അങ്ങനെ വെക്കുമ്പോഴത്തേക്ക് ആൾക്കാർ തപ്പിയപ്പോഴത്തേക്ക് ആ കളഞ്ഞു കിട്ടി, അല്ലെങ്കിൽ പിന്നെ മറന്നു പോയതാ എന്നുള്ള, അത് വെച്ച സ്ഥലം മറന്നു പോയെന്നുള്ള രീതിയിലൊക്കെ ആൾക്കാർ കണക്കാക്കുമല്ലോ. ആ ഒരു മനോഭാവമാണ് ഇപ്പം ശ്രുതി ഇവിടെ എടുത്തേക്കുന്നത്. അതുകൊണ്ട് അവളെ നീ വിശ്വസിക്കരുത്, അവൾ പറയുന്ന കള്ളത്തരമാണ്. നീ യാതൊരു കാരണവശാലും അവൾ ഫോളോ ചെയ്യുന്ന രീതിയിലുള്ള ഐഡിയ ഒന്നും നീ ഫോളോ ചെയ്യരുത്. കാര്യം എന്ന് പറഞ്ഞാൽ അവൾ ഇപ്പം പരത്തിയേക്കെന്ന് പറഞ്ഞാൽ നിന്നെ സഹായിക്കാനും നമ്മുടെ കുടുംബത്തിലുള്ള വിഷയം മാറ്റാനും പറഞ്ഞു. പക്ഷേ എനിക്കിത് വിശ്വാസമില്ലെന്ന് പറഞ്ഞ് ഇങ്ങനെ സച്ചി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നോക്കാം സച്ചിയേട്ടാന്ന് പറയും. അത് കഴിഞ്ഞാൽ ശ്രുതിയും നമ്മുടെ രേവതിയും അടുക്കളയിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങോട്ട് നമ്മുടെ ശ്രുതി വരുന്നു. ശ്രുതി വരുമ്പോഴത്തേക്ക് രേവതി പെട്ടെന്ന് പറയാം, ശ്രുതി എന്താണ് ഒരു വളരെ ഉപകാരമുണ്ട് കേട്ടോ, എന്താണ് താങ്ക്സ് എന്ന് പറയുമ്പോഴത്തേക്ക്, എന്തിനാ എനിക്ക് താങ്ക്സ്, വെറുതെ താങ്ക്സ് എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പറയാം, അതല്ല ശ്രുതിയുടെ മാല വിറ്റിട്ടാണല്ലോ 2 ലക്ഷം രൂപ കൊടുത്തത്, അതിന് വളരെ താങ്ക്സ്. എൻ്റെ വീട്ടിലെ പേരുദോഷമൊക്കെ മാറി, ഇപ്പം എനിക്ക് നല്ല പേരാണല്ലോ, എനിക്കിപ്പോൾ സമ്മാനമുണ്ട്, സന്തോഷമുണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പറയാം, ഇതാരാ പറഞ്ഞതെന്ന് വെച്ചാൽ ബാമാൻറ്റി പറഞ്ഞു എല്ലാ കാര്യം പറഞ്ഞു വെച്ചാൽ അത് പറഞ്ഞു. ഉടനെ ശ്രുതി സ്വയം മനസ്സിൽ പറയുവാണ്, ഈ ബാമാൻറ്റിയുടെ ഒരു കാര്യം പറയാൻ പറ്റത്തില്ല, പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അതുപോലെ തന്നെ ഇല്ലാതാക്കി കളയല്ലോ. നമ്മൾ ഒരു കാര്യം പറയരുതെന്ന് പ്രത്യേകിച്ച് പറഞ്ഞ് ഏൽപ്പിച്ചാണ്, ഇതിപ്പോൾ എല്ലായിടത്തും പറഞ്ഞതിപ്പോൾ ഞാനിത് കുരുക്കിലായിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ശ്രുതി ഇങ്ങനെ അടുത്ത് പറഞ്ഞു, ഞാൻ ആൻറ്റിയോട് പറഞ്ഞാണല്ലോ എന്ന് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും വർഷ ചിരിക്കുന്നുണ്ട്. വർഷ ചിരിച്ചിട്ട് ചോദിക്കുകയാണ്, വർഷ ചിരിക്കുമ്പോഴത്തേക്ക് ശ്രുതി ചോദിക്കുക, എന്നെ വർഷ ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പറയാം, അല്ല ഞാൻ ഇതുവരെയായിട്ട് ഒരു കാര്യം ഞാൻ അറിഞ്ഞായിരുന്നു, ഈ അടുത്ത കാലത്ത് അറിഞ്ഞ സംഭവമാണ്, വേറൊന്നുമല്ല. ഒരു പെണ്ണിൻ്റെ അടുത്ത് ഒരാൾ ഒരു കാര്യം പറയുക, വേറൊരു പെണ്ണാണെങ്കിലും അല്ല വേറെ ആരാണെങ്കിലും ഒരു പെണ്ണോട് ഒരു കാര്യം പറയാം, ആരോടും പറയരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 മിനിറ്റിനുള്ളിൽ ഈ സംഭവങ്ങൾ മറ്റുള്ളവരെ അറിയിക്കും. അങ്ങനെ അറിയിച്ചില്ലെങ്കിൽ അവർ തല പൊട്ടിപ്പോകുന്നൊരു സൈക്കോളജി ഫാക്റ്റ് ഉണ്ട് ഈ പെണ്ണുങ്ങളെ കുറിച്ച്. അപ്പം എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു രീതിയിലാണ് ബാമാൻറ്റി പറഞ്ഞതെന്ന് പറയും. അപ്പം ശരിയെന്ന് പറയുമ്പോൾ എന്താണെങ്കിലും എനിക്ക് വേണ്ടി ശ്രുതിയുടെ മാല പണയം വെച്ചില്ല, മാല വിറ്റല്ലോ, അത് വളരെ ഉപകാരം, ഞാനിപ്പോൾ എന്താ പകരം തരുമെന്ന് എനിക്ക് അറിയത്തില്ലെന്ന് പറയാം. അപ്പം വർഷ ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ വേറൊരു കാര്യം പറ്റേ, എന്താണെങ്കിലും മാല വിറ്റിട്ടല്ലേ നിൽക്കുന്നത്, ഇപ്പം അതിന് പ്രതിഫലമായിട്ട് എന്തെങ്കിലും വേണ്ടേ? അത് കൂടാതെ ഇതിപ്പം ശ്രുതി കൊടുത്ത ക്യാഷാണ് അവിടെ കിട്ടിയത്, അപ്പം അവിടെ ഇരുന്ന് 2 ലക്ഷം രൂപ എന്ത് ചെയ്യും? അവിടെ വെച്ചിരുന്ന 2 ലക്ഷം രൂപ, ആ 2 ലക്ഷം ആരെടുത്തു? അത് ഒന്ന് കണ്ടുപിടിക്കേണ്ട കാര്യമുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ശ്രുതി മനസ്സിൽ കരുതുക, ഇവിടെ ഡിറ്റക്റ്റീവ് പണി ചെയ്യാൻ പോകണം, ഇതെല്ലാം ഡിറ്റക്റ്റീവ് പണിയായിട്ട് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ എൻ്റെ കാര്യമെല്ലാം ഫ്ലോപ്പ് ആകുമല്ലോ, ഇതിപ്പോൾ ഞാൻ പ്ലാൻ ചെയ്തതിനേക്കാട്ട് അപ്പുറമായിട്ട് ഇതില്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോഴത്തേക്കും അങ്ങനെ മനസ്സിൽ കരുതിക്കൊണ്ടിരിക്കുക. അപ്പം ഇപ്പം രേവതി ചോദിക്കുക, അതിനിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുന്നത് ചോദിക്കുമ്പോൾ പറയാം, വേറൊന്നുമല്ല, അവിടെ അന്നത്തെ ദിവസം ആരൊക്കെ വന്നു, അന്നത്തെ ദിവസം ആരൊക്കെ വന്നില്ല, അന്നത്തെ ദിവസം ആരൊക്കെ വന്നുള്ള ഒരു ലിസ്റ്റ് എടുക്കുവാണെങ്കിൽ നമുക്ക് അവരെ കേന്ദ്രീകരിച്ച് മാത്രം ഒരു അന്വേഷണം നടത്തുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇതാരാന്ന് ബോധ്യപ്പെടുന്നു പറഞ്ഞു. ഉടനെ ശ്രുതി ചോദിക്കുക, അതിൻ്റെ ആവശ്യമുണ്ട്, ഇപ്പോൾ ക്യാഷ് കറക്റ്റായിട്ട് കിട്ടിയില്ലെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ആവശ്യമുണ്ട്, കാശ് തിരിച്ചു വേണ്ട, 2 ലക്ഷം മറ്റേ കൊണ്ടുവന്ന് തിരിച്ചു വേണം. ഉടനെ ശ്രുതി പറയും, എനിക്ക് തോന്നുന്നില്ല എൻ്റെ ആവശ്യമില്ല, വിഷയങ്ങളെല്ലാം മാറിയല്ലോ എന്ന് പറഞ്ഞ് അവിടെ അങ്ങനെ ശ്രുതി പോയി കഴിയുമ്പോഴത്തേക്ക് രേവതിയോട് വർഷ പറയുകയാണ്, ചേച്ചി എനിക്ക് ശ്രുതിയെ നല്ല സംശയമുണ്ട്, എടുക്കാൻ നല്ല ചാൻസ് ഉണ്ട്, കാരണം നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിനെല്ലാം എസ്കേപ്പ് അടിക്കുന്ന രീതിയിലുള്ള മറുപടികളൊക്കെയാണ് കിട്ടുന്നത്, ചേച്ചി എന്തെങ്കിലും കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറയുന്നത്. അതുകൊണ്ട് വർഷ അകത്ത് കയറി പോയി കഴിയുമ്പോൾ സച്ചിയോട് പറയുകയാണ്, സച്ചിയേട്ടാ ഇന്ന പോലെ വർഷയ്ക്കും ഇതിനകത്ത് സംശയമുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് പറയുകയാണ്, എടി ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ശ്രുതി തന്നെയാണ് ഇതിൻ്റെ അത് എടുത്തേക്കുന്നത്, അത് മറയ്ക്കാൻ വേണ്ടിയാണ് ക്യാഷ് തിരിച്ചു കൊണ്ട് വെച്ചേക്കെന്ന് പറയുമ്പോഴത്തേക്ക് ശരി നോക്കാം എന്ന് പറയണം. അത് കഴിഞ്ഞാൽ സച്ചി എല്ലാവരും വിളിച്ചു വരുത്താൻ, അച്ഛ അമ്മ എല്ലാവരും ഒന്ന് വന്നേ, ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയാം. വന്നിരിക്കുമ്പോഴത്തെ പറയും, എന്താ കാര്യം എന്താ, നീ എന്താ പുതിയ സംഭവമായിട്ട് വന്നിട്ടുണ്ട്? വേറൊന്നുമല്ല, നമ്മുടെ വർഷമല്ല ശ്രുതി തന്നെയാണ് ഈ പൈസ എടുത്തത്, എനിക്ക് സംശയമുണ്ടെന്ന് പറയാം. നീ എങ്ങനെ പറയാൻ കാര്യം പറഞ്ഞാൽ, ശ്രുതി അല്ലെങ്കിൽ പിന്നെ എന്തിനാ 2 ലക്ഷം രൂപ കൊടുത്ത് മാമാൻ്റെ വീട്ടിൽ കൊണ്ട് വെച്ചെന്ന് ചോദിച്ചു. 2 ലക്ഷം മാമാൻ്റെ കൊടുത്തത്, അപ്പോൾ അത് കളഞ്ഞു കിട്ടിയ ക്യാഷല്ലേ എന്ന് പറഞ്ഞു. അതായത് പോയ ക്യാഷ് തിരിച്ച് കിട്ടിയതല്ലേ? ഇല്ല, ശ്രുതി കൊണ്ട് വെച്ച കാശാന്ന് ചോദിക്കും. ഉടനെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തെ തന്നെ നമ്മുടെ ചന്ദ്രമതി, സുതിമോൾ കൊണ്ട് വെച്ചാണ്, അത് കൊള്ളാമല്ലോ, സുതിമോളാണെന്നുണ്ടെങ്കിൽ അത് നല്ലത് തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ അവൾക്ക് അത്ര രീതിയിൽ നമ്മുടെ കുടുംബത്തോട് ഒരു കടപ്പാടുണ്ട്, സ്നേഹമുണ്ട്, അതുകൊണ്ടാണ് അവൾ അങ്ങനെ ചെയ്തതെന്ന് പറയുന്നത്. ഒരു കടപ്പാട് സ്നേഹമൊന്നുമില്ല, അവൾ തന്നെ വെച്ച് അവൾ തന്നെ എടുത്തത്, അതുകൊണ്ട് യാതൊരു രീതിയിലും എന്തോ കള്ളത്തരമുണ്ട്, അതും കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറയും.
അപ്പോൾ തന്നെ രവീന്ദ്രൻ എനിക്ക് എന്തിനാ ശ്രുതിമോളെ കൊണ്ടുവച്ച് കാശ് കൊണ്ടുവച്ച് നീയാണ് കൊണ്ടുവച്ച് ഇവൻ സച്ചി പറയുന്നത് ശരിയാണെന്ന് പറഞ്ഞത്. അത് അങ്കിളെ ഞാൻ വെച്ചതിൻ്റെ കാര്യം വേറൊന്നുമല്ല, ഈ വീട്ടിലുള്ള വിഷയങ്ങളൊക്കെ പ്രശ്നങ്ങളെല്ലാം മാറാൻ വേണ്ടിയാണ് ഞാൻ വെച്ചത്. അത് കൂടാതെ പറഞ്ഞ ഓരോ പ്രാവശ്യം ഓരോ വിഷയങ്ങളായിട്ട് ഇവിടെ നടക്കുന്നത്, അത് മാറാൻ വേണ്ടി രേവതിനെ എല്ലാവരും കുറ്റപ്പെടുന്നതൊക്കെ കണ്ടിട്ടൊക്കെയാണ് അങ്ങനെ ചെയ്തതെന്നൊക്കെ പറയാം. അതിൻ്റെ കാര്യത്തിൽ എന്താ നീ അങ്ങനെ പണയം വെക്കേണ്ട കാര്യമില്ലല്ലോ, അല്ലെങ്കിൽ അല്ല പണയം വെക്കണം സോറി, അത് നീ പണം അങ്ങനെ കൊണ്ട് വെക്കേണ്ട കാര്യമില്ലല്ലോ. നിനക്ക് കോടതിയിൽ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുക്കുകയാണെങ്കിൽ ആ പൈസ കണ്ടുപിടിക്കാനുള്ള നീയല്ല എടുത്തത്, അവളും അല്ല, രേവതി എടുത്തില്ല. പിന്നെ അപ്പം ശരിക്കും കാശെടുത്ത വ്യക്തികൾ എസ്കേപ്പ് അടിക്കുന്നുള്ളൂ. എടുത്ത വ്യക്തി ഇപ്പം മാന്യനായിട്ട് നിൽപ്പുണ്ടല്ലോ, അതെവിടെയാണ് കണ്ടുപിടിച്ചല്ലേ പറ്റുമെന്ന് രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്. ഇല്ല, ഇതെനിക്ക് നന്നായിട്ട് സച്ചി പറയും, എനിക്ക് നന്നായിട്ട് അറിയാം ശ്രുതി തന്നെ കാശ് കട്ടെടുത്തതെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ചന്ദ്രമാർ സച്ചി നീ ആവശ്യമില്ലാത്ത ശ്രുതിയെക്കുറിച്ച് പറയരുത്, നീ ഓരോന്ന് പിന്നെ അവളെയും എൻ്റെ ശ്രുതിമോനെ കുറിച്ച് ആവശ്യമില്ല എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക, നീ ആവശ്യമില്ല പറയരുതെന്ന് പറയും. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഈ പറയുന്ന പോലെ അല്ല അവൾക്ക് കാശുണ്ടെങ്കിൽ എന്തുകൊണ്ട് അവളെ മാല പണയം വെച്ചാൽ മാല വിറ്റിട്ട് താലിമാല വിറ്റിട്ടാണ് ഈ കാശ് കൊണ്ടുവച്ചത്. താലിമാല വിറ്റോ? അപ്പോൾ ചന്ദ്രമതി താലിമാല വിറ്റ്, താലിമാല വിൽക്കാനുള്ള കാരണമുണ്ട്. ഉടനെ ശ്രുതി നീ പറഞ്ഞ് അത് സച്ചി പറഞ്ഞ കറക്റ്റാണെന്ന് ചോദിക്കും. അവിടെ ശരിയാണെന്ന് ചോദിക്കും. അവിടെ ആൻറ്റി അത് ഇല്ല ആൻറ്റി അങ്ങനെയൊന്നും ഇല്ലെന്ന് പറയും. ഉടനെ സച്ചി പറയുക പലയിടത്തി കറക്റ്റായിട്ട് പറഞ്ഞു, മറുപടി ശരിയായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇതിൻ്റെ അകത്ത് വേറൊന്നുമല്ല, ശരിക്കും നിങ്ങൾ പണയം അല്ല വിറ്റ കാര്യങ്ങളെല്ലാം ക്ലിയറായിട്ട് ഞങ്ങൾ അറിഞ്ഞിട്ടാണ് സംസാരിക്കുന്നത്, നിങ്ങൾ അല്ലാതെ സംസാരിക്കരുത്. നിങ്ങൾ അതായത് ഇവിടെ എല്ലാ കാര്യങ്ങളെല്ലാം തെളിഞ്ഞു കഴിഞ്ഞു, ഇനി ഏതിനാ എടുത്തതെന്ന് മാത്രം പറഞ്ഞാൽ മതി എന്ന് പറയും. ഉടനെ ഇല്ല ആൻറ്റി ഞാൻ എടുത്തിട്ടില്ല ആൻറ്റി, ഞാൻ ഇത് എടുത്തിട്ടില്ല ആൻറ്റി, മാത്രമല്ല ഇത് എൻ്റെ താലിമാല തന്നെ, മുക്കുമണ്ഡമല്ല എന്ന് പറയണേ. ഉടനെ ഇല്ല ഇത് മുക്കുമണ്ഡം തന്നെയാണെന്ന് പറയും. ഉടനെ ചന്ദ്രമതി പറയുവാണ്, എടാ നീ സ്ഥിരമായിട്ടുള്ള പരിപാടി, നിനക്ക് എന്നോടും ശ്രുതിയോടൊക്കെ ഭയങ്കര വൈരാഗ്യമുണ്ട്, നീ അതങ്ങനെ സംസാരിക്കല്ലേ സച്ചി എന്ന് പറയുമ്പോഴത്തേക്ക് പറയാം ഇല്ല വേണം, അമ്മയ്ക്ക് സംശയം ഉണ്ടെങ്കിൽ അത് ഉരച്ച് നോക്കാൻ പറഞ്ഞു, എടുത്ത് ഉരച്ച് നോക്കാൻ പറയുമ്പോഴത്തേക്ക് അതാ ചന്ദ്രമതി പറയാം ശ്രുതി അന്ന് ആ മാല തന്നെ ഞാൻ നോക്കട്ടെ എന്ന് പറയുമ്പോഴത്തേക്ക് ആൻറ്റി ശരിക്കും ഞാൻ തന്നെ അപ്പം നടന്ന കാര്യങ്ങളെല്ലാം പറയുകയാണ്, എൻ്റെ ഒരു കൈപ്പറ്റം പറ്റിയതാണ്, എനിക്കൊരു ആവശ്യം വന്നപ്പോൾ ഞാനാണ് എടുത്തതെന്നുള്ളതിലേക്ക് പറയുമ്പോഴത്തേക്ക് പിന്നെ അവിടെ പുകിലാണ് അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രുതിയായിട്ട് അടിക്കുകയാണ്, ചന്ദ്രമതി അടിക്കുകയും ശ്രുതി ഭയങ്കരമായിട്ട് കരയൊക്കെ ചെയ്യുക. പിന്നെ നമ്മുടെ ശ്രുതി നിന്ന് വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് അവിടെ കാണുന്നത്. അപ്പം കാശിൻ്റെ കേസെല്ലാം തെളിയിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ ഇന്നത്തെ വിശേഷം ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നു. ഇനി വരും ദിവസങ്ങളിൽ കൂടുതലായിട്ട് വരാനിരിക്കുന്ന വിശേഷങ്ങൾ പങ്കുവെക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ പറയുന്നു. സൈനിങ് ഓഫ്. താങ്ക് യു.